ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സന്തോഷമായിട്ട് എങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ്. അതും എസ്പെഷ്യലി സ്ത്രീകൾക്ക് കേട്ടോ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത്. 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹാപ്പി ആയിട്ട് ലൈഫിൽ സന്തോഷമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്ന വേറൊരു കാര്യമാണ്, ലൈഫ് എന്ന് പറയുന്നത് സന്തോഷവും സങ്കടവും പിന്നെ അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരുപാട് മിക്സഡ് ഫീലിങ്സ് ചേർന്നതാണ്. എപ്പോഴും നമുക്ക് സന്തോഷം മാത്രമായിരിക്കില്ല, എപ്പോഴും നമുക്ക് സങ്കടം മാത്രമായിരിക്കില്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇത് തുടങ്ങാൻ പോവാണ്, അതിനു മുൻപ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കോമൻ്റായിട്ട് എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു പോയിൻ്റാണ്, സ്വന്തമായിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുക, ആ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. സ്വന്തമായിട്ട് അഭിപ്രായമില്ലാത്ത ഒരുപാട് സ്ത്രീകളെ കണ്ടാണ് നമ്മൾ വളർന്നു വന്നത്. നമ്മുടെ വീട്ടിലും നമ്മൾ അടങ്ങിയിരിക്കുന്ന കുടുംബത്തിലും നമ്മുടേതായിട്ടുള്ള ചുറ്റുപാട്ടിലൊക്കെ കൂടുതലും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ഇഷ്ടങ്ങളില്ല, പ്രത്യേകിച്ച് ചോയ്സസ് ഇല്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്ന രീതികൾ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ സ്ത്രീകൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. കാരണം അഭിപ്രായങ്ങളില്ലാത്ത, ഇഷ്ടങ്ങളില്ലാത്ത സ്ത്രീകൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും മറ്റുള്ളവരുടെ ചോയ്സിനനുസരിച്ചും മറ്റുള്ളവരുടെ രീതികൾക്കനുസരിച്ചും സ്വയം മാറുന്നതാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത്. ഒരു പരിധി വരെ ഇത് നമുക്ക് പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആകും, വളരെയധികം ഡിപ്രസ്ഡ് ആകും, അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കൊക്കെ പോകും. സോ നമ്മളെപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മക്കളുടെ അടുത്തും നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്തും നമ്മുടെ പാരൻസിൻ്റെ അടുത്തും സിബ്ലിങ്സിൻ്റെ അടുത്തും എക്സ്പ്രസ് ചെയ്ത് പഠിക്കുക. ചെറുപ്പം മുതൽ നമ്മൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തുക. അങ്ങനെ ചില ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ സ്നേഹമുള്ളിടത്ത് ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ ചെയ്യും. അത് സ്വാഭാവികമാണത്. സ്നേഹം എന്നുള്ള ഒരു ടാഗ് ലൈൻ്റെ ഉള്ളിലാണത് വരുന്നത്. അതിനല്ല ഞാനിവിടെ പറയുന്നത്. കൂടുതലും പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല, അമ്മ ഞങ്ങളുടെ കൂടെ പോരും, അച്ഛൻ്റെ കൂടെ പോരും, അമ്മ എങ്ങോട്ട് വേണമെങ്കിലും വരും, എന്ത് വേണമെങ്കിലും കഴിക്കും, അമ്മയ്ക്കെല്ലാം ഓക്കെയാണ്. അത് കണ്ടാണ് നമ്മൾ വളർന്നത്. സ്വാഭാവികമായിട്ടും ആ രീതികളും നമ്മളെ അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. വളരെയധികം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കുക, ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക, മക്കളുടെ ഇഷ്ടത്തിന് ജീവിക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ച് വളർന്നിട്ടുള്ളത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ അമ്മമാരിലും നമ്മുടെ ആ അമ്മമാരുടെ ഏജിലുള്ള സ്ത്രീകൾക്കൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളതാണ്. സോ നമ്മളും വീണ്ടും അതിലേക്ക് ചെല്ലാതിരിക്കുക. നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് അവർ പൊക്കോട്ടെ, നമുക്ക് പോകണ്ട, നമ്മുടേതായ സ്ഥലങ്ങളിൽ നമ്മൾ എൻജോയ് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പതുക്കെ നമ്മുടെ രീതികളോട് അവരും പൊരുത്തപ്പെടും. അമ്മയ്ക്ക് ഇങ്ങനെയാണ്, ചേച്ചിക്ക് ഇങ്ങനെയാണ്, വൈഫിന് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ അവരും മനസ്സിലാക്കും. പതുക്കെ നമ്മുടെ ഒപ്പീനിയനും അവർ കൺസിഡർ ചെയ്യും എന്നുള്ളതാണ്. സോ ഏറ്റവും ആദ്യം പറയാനുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതും അത് എക്സ്പ്രസ് ചെയ്ത് പഠിക്കുക, എക്സ്പ്രസ് ചെയ്ത് ശീലിക്കുക എന്നുള്ളതും. രണ്ടാമത്തെ പോയിൻ്റാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. പണ്ട് കാലത്താണ് നമ്മുടെ അമ്മമാർക്കും അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാർക്കും നമ്മുടെ ആൻറ്റിമാർക്കൊക്കെ ജോലി ഇല്ലാതിരുന്ന ഒരു കാലം. അഥവാ ജോലി ഉണ്ടായിരിക്കും, പക്ഷേ വിവാഹത്തോടു കൂടി ആ ജോലി ഉപേക്ഷിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നമ്മൾ ആ ഒരു വീടും ചുറ്റുപാടും അവിടെയുള്ള രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടു വളർന്നിരുന്നത്. 90s മധ്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും സ്വന്തമായിട്ട് ജോലിയില്ലാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനത്തിലേക്ക് പോകാത്ത സ്ത്രീകളെ, പെൺകുട്ടികളെ നമ്മൾ കാണുന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ സ്വന്തമായിട്ട് വരുമാനമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് നമ്മുടെ വീട്ടിലെ പ്രൈമറി ഏണിംഗ് മെമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരു സ്ത്രീക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടായിരിക്കും? മനസ്സിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള 5 നെസസിറ്റി കാര്യങ്ങൾ നമുക്ക് ഒരു മാസം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തിന് മുഴുവൻ നമ്മൾ നമ്മുടെ വീട്ടിലെ പ്രൈമറി ഏണിംഗ് മെമ്പറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് അവരുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ അറിയില്ല. അതായത് ഈ ഏൺ ചെയ്യുന്ന ആളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്ന ആൾക്ക് ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. EMI, ലോൺ, വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ പഠിപ്പ്, വീട്ടു ചിലവുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചില കാര്യങ്ങൾ, ചില നീഡ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചിലപ്പോൾ ദേഷ്യം വന്നിരിക്കാം, അവർ ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്തിരിക്കാം. ഇത് നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെയും സെൽഫ് എസ്റ്റീമിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാം. എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യത്തോടു കൂടിയാണ് നമ്മളിത് അവസാനിപ്പിക്കുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ എല്ലാവർക്കും വേണ്ട കാര്യമാണ്. ഒരു അഡൾട്ടായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അയാളെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള പാരൻസ് ആയിക്കോട്ടെ, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന മക്കൾക്കായിക്കോട്ടെ, ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു അഡൾട്ടിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ഏണിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. നമ്മുടെ വീട്ടിലും നമ്മൾ അടങ്ങിയിട്ടുള്ള കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒരുപാട് സ്ത്രീകളെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലേക്ക് കടക്കാതെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ജീവിതാന്തസ്സിലേക്ക് കിടക്കുമ്പോൾ, ഒരു മാരിറ്റൽ സ്റ്റേറ്റസിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ, നമ്മുടേതായ ഒരു ഇഷ്ടത്തിനെ ചൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴൊക്കെ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കുന്നതാണ്, നമ്മൾ ഏണിംഗ് മെമ്പർ ആവുക എന്നുള്ളതാണ്, സ്വന്തമായിട്ടൊരു ഇൻകം സോഴ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റാണ്, ഒരു സ്ത്രീ അവൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാസ്റ്റിലെ കാര്യങ്ങൾ ഓർക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ വിവാഹത്തിന് മുൻപ്, നമ്മുടെ കൗമാരക്കാലത്ത്, യൗവനകാലത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അത് ചിലർ നമ്മളെ ചതിച്ചിട്ടുണ്ടായിരിക്കും, പറ്റിച്ചിട്ടുണ്ടായിരിക്കും. ചില ചെറിയ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ലൂസായി പോയിട്ടുണ്ടായിരിക്കും. ഫാമിലിയിൽ തന്നെ ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നമ്മൾ നാട്ടിൻപുറത്തും നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്ന് ഇടപഴകിയിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ ചില മോശം അനുഭവങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അതിനെയും കൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. പോകരുത് എന്നുള്ള അനുഭവങ്ങൾ നമ്മളെപ്പോഴും മറക്കൊന്നുമില്ല, നമ്മൾ ഓർത്ത് വെക്കണം എന്നും പറയില്ല. പക്ഷേ കാലാകാലങ്ങളായിട്ട് നമ്മൾ തുടർന്ന് വരുന്നൊരു രീതിയാണ് മോശമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളതും നല്ല കാര്യങ്ങൾ മറന്നു പോകുക എന്നുള്ളതും. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. ചിലർ പറയും, ഈവൻ ഞാനും ചില സമയത്തൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്, മോശം കാര്യങ്ങൾ ഓർത്ത് വെച്ചാലാണ് മുന്നോട്ട് ജീവിക്കാൻ ഊർജ്ജമുണ്ടാവുക എന്നുള്ളത്. പക്ഷേ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം. നമുക്ക് നമ്മളെപ്പോഴും നഷ്ടങ്ങൾ തന്നെയാണ്. നമ്മൾ ഓർത്ത് വെച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നഷ്ടബോധം കൊണ്ട് ചിലപ്പോൾ ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ആ ഒരു ജീവിതത്തിൽ തൃപ്തരല്ലാതെ വരിക എന്നല്ലാതെ ഒരു ഉപകാരവും ഉണ്ടാവില്ല. സോ മറക്കേണ്ട കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോരാ. നമ്മുടേതായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക, ആയിരിക്കുന്ന ജീവിതത്തിനെ അത്രയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് സന്തോഷകരമായിട്ട് ജീവിക്കാനുള്ള മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഇത് ഈ ഒരു ടോപ്പിക്കിനോട് ചേർത്ത് വയ്ക്കാൻ കാരണം, നമ്മുടെ വീട്ടിലെ ആണുങ്ങളെ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും സ്ത്രീകളായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിലോ, എന്തെങ്കിലും വാങ്ങണമെങ്കിലോ, എവിടെയെങ്കിലും പോകണമെങ്കിലോ, എന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിലോ, എന്തെങ്കിലും രജിസ്ട്രേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഇങ്ങനെയൊക്കെ നമ്മൾ കൂടുതലും പറയുക എന്താ, നിങ്ങൾ ചെയ്തോ, എനിക്കതൊന്നും അറിയില്ല എന്നുള്ള രീതി. അത് ഈ പറയുന്ന പോലെ ഒരു പരിധി വരെ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തും. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡയലോഗ് ഞാൻ ഈ സമയത്ത് ഓർത്തു പോവാണ് കേട്ടോ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് 2 റീസൺ ഉണ്ട്. ഒന്ന് സ്നേഹം, 2 ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് സ്നേഹത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ആ സ്നേഹം എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്കാർക്കൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏകാന്തതയെ അത്രമാത്രം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്രമാത്രം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. അതും ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഡിപ്രഷനിലേക്കൊക്കെ എത്തിക്കുന്നുള്ളതാണ്. പകരം നമ്മളായിരിക്കുന്ന ഒരു കുടുംബത്തിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് എന്നുള്ളത് ഒരു പരിധി വരെ പറ്റുള്ളൂ. ചില കാര്യങ്ങളിൽ നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് സ്നേഹത്തോടു കൂടിയാണ് നമ്മളൊരാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം സീക്ക് ചെയ്യുന്നത്, അതവർ ചെയ്തു തരുമ്പോൾ അതൊക്കെ അത് സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ആ സ്നേഹം എന്നും നിലനിൽക്കും. അതൊരു ബേർഡൻ ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുക
ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളൊന്നും സാധിക്കണം എന്നില്ലല്ലോ. 5ാമത്തെ പോയിൻ്റാണ്, നമ്മുടെ സന്തോഷം വേറെ ആരെങ്കിലും കൊണ്ടുതരും എന്ന് കരുതി നോക്കിയിരിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തണം എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുന്നവരാണ് സ്ത്രീകൾ. അത് കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് ചെറിയ ചെറിയ കാര്യങ്ങളെക്കാളും വളരെയധികം എക്സൈറ്റഡ് ആവും, വളരെയധികം സന്തോഷിക്കും. ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും എന്നുള്ളത്. ഞാനിവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ മൊമെൻറ്റ്സും നമ്മുടെ പാസ്റ്റിലെ ചില ലവബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ഡേറ്റ് വൈസ് ഞാൻ ഓർത്ത് വയ്ക്കും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ അല്ല. കാരണം അവരതിനൊന്നും അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം എനിക്കിതാണ് ഇഷ്ടം, പക്ഷേ ഞാനത് വാങ്ങില്ല, ഞാനത് എക്സ്പ്രസ് ചെയ്യില്ല, ഞാനത് പറയില്ല. അദ്ദേഹം അത് മനസ്സിലാക്കി കൊണ്ടുവന്ന് തരട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീകളുണ്ട്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സന്തോഷം, നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്ത് നോക്കുക, സ്വയം കണ്ടെത്തുക. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ വാങ്ങിത്തരിക എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു സെൽഫ് ലവ് ഉണ്ട് അവിടെ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക എന്നുള്ളത്, നമ്മളൊരു ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതിൻ്റെ സിമ്പിളാണ്. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി നമുക്ക് വളരെയധികം ഫ്രീഡമുള്ള ആളാണ്, നമ്മുടെ കയ്യിൽ പൈസയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വേണ്ട സന്തോഷങ്ങൾ നമ്മൾ തന്നെ ഗ്രാബ് ചെയ്തെടുക്കുക എന്നുള്ളതിന് ഒരു റീസണാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ആഹ്ലാദിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓർത്ത് വെച്ച് മാസം സാലറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഏണിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം, അതൊരു ഐസ്ക്രീം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ആഗ്രഹിച്ചൊരു ഫോൺ ആയിക്കോട്ടെ, ഒരു ഡ്രസ്സ് ആയിക്കോട്ടെ, നമുക്ക് നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കുക, നമ്മൾ തന്നെ സന്തോഷിപ്പിക്കുക. നമ്മുടെ സന്തോഷം അപ്പുറത്തുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. 6ാമത്തെ പോയിൻ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. ഇത് ചില സമയത്ത് നമുക്ക് സാധിക്കാതെ വരുന്നൊരു കാര്യമാണ്. ടോക്സിക് ആയിട്ടുള്ള സർക്കിളിൽ നിന്ന്, ടോക്സിക് ആയിട്ടുള്ള ബന്ധുക്കളിൽ നിന്ന്, ടോക്സിക് ആയിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ചില ആളുകളായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് നേരത്തേക്ക് നമ്മൾ വളരെയധികം അസ്വസ്ഥരാകും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് കൂടി സ്പ്രെഡ് ആവുന്നത് കാണാൻ പറ്റും. അപ്പം നമുക്ക് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കില്ല ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ. ചില കസിൻസ്, ചില ബന്ധുക്കൾ, ചില സുഹൃത്ത് ബന്ധങ്ങൾ, ചില അയൽക്കാർ, ചില കൊളീഗ്സ്, പിന്നെ നമ്മൾ ചില സമയത്ത് ഓഫീസിൽ പോയി വരുന്ന അപ്പ് ആൻഡ് ഡൗൺ ടൈമിൽ സ്ഥിരം കാണുന്ന ഒരു ട്രാവൽ മേറ്റ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അവർ സംസാരിക്കുന്നത് കൂടുതലും പ്രശ്നങ്ങളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അവരൊരിക്കലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ പറ്റിയായിരിക്കും, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളെ പറ്റിയായിരിക്കും, അവരുടെ കുടുംബ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും. ഇത് കേൾക്കുന്ന നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈം കൂടുതലും നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ജീവിക്കും എന്നുള്ളതാണ്. ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു വ്യക്തിയിൽ നിന്നൊരു 10 മിനിറ്റ് അവരുടെ ആ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്രയും ഡീപ്പായിട്ട് നമ്മൾ കേട്ടിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ആലോചിച്ച് നോക്കി, നമ്മൾ ആ ഡേ മുഴുവൻ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കും. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളെയും നമ്മൾ ആ പ്രശ്നമായിട്ട് കൂട്ടിക്കെട്ടി ഇവരും ഇനി ഇങ്ങനെ എങ്ങാനും ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ നല്ല ബന്ധങ്ങളെയും കൂടെ നമ്മൾ അതുമായിട്ട് മിക്സ് ചെയ്ത് ആലോചിക്കും. അപ്പോൾ ആ സമയത്ത് അത് നമ്മുടെ ഒരു സന്തോഷമുള്ള മൊമെൻറ്റ്സിനെയും നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈമിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ വളരെ അടുത്ത ബന്ധുക്കളായിരിക്കും, വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അത്രയും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കളീഗായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അവർ സ്ഥിരം നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ്, നെഗറ്റീവ് എനർജിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് ബൈ ബന്ധം മാത്രം കീപ്പ് ചെയ്യുക. ഒരു സ്മൈൽ കൊടുക്കാൻ മാത്രം അർഹരായിട്ടുള്ളവരാണ് അവരെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പതുക്കെ അവരുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കുടുംബക്കാരായിക്കോട്ടെ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അവരുമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുക. അനാവശ്യമായിട്ട് നമ്മളിലേക്കുള്ള കടന്നുവരവുകൾ ബോധപൂർവം തന്നെ നമ്മൾ ഒഴിവാക്കുക. അവരുമായിട്ട് ബന്ധം തുടർന്നുകൊണ്ട് പോകാനുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള കോളിങ്ങും മെസ്സേജിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെ നമ്മളതവിടെ നിർത്തുക. കാരണം അവരുടെ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വരുന്നു. ഒരു തരത്തിലും തൃപ്തരല്ലാത്ത ആളുകളുണ്ടായിരിക്കും നമ്മുടെ ചുറ്റും. സോ അത് നമ്മളിലേക്കും കൂടെ സ്പ്രെഡ് ആവുന്നത് നമ്മുടെയും കൂടെ സന്തോഷത്തിനെയും നമ്മുടെയും കൂടെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ബാധിക്കും. അപ്പോൾ നമ്മളിവിടെ 6 പോയിൻ്റാണ് പറഞ്ഞത്. ഈ 6 പോയിൻറ്റും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ആൻഡ് താങ്ക് യു.